നമസ്കാരം. CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണോ? CMRL എക്സാലോജിക് ബന്ധം തകരാൻ പാടില്ലാത്ത ഒന്നാണെന്ന് പിണറായിയും മകളും CPM-ഉം കരുതുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? കേവലം ഒരു മാസപ്പടി വിവാദം മാത്രമായി ഈ കേസ് ഒതുങ്ങില്ല എന്നതാണ് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ആലുവയിലെ CMRL ഓഫീസിൽ 2 ദിവസമാണ് SFIO ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. 2ാം ദിവസവും നടന്ന റെയ്ഡിൽ നിർണായക വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഈ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന നിഗമനമാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘമാണ് രാവിലെ ഓഫീസിലെത്തിയത്. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRL-ന്റെ അതായത് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക തെളിവെടുപ്പിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഇതോടെയാണ് കള്ളപ്പണം വെളുപ്പിച്ചു എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഉച്ചയോടെയാണ് 6 പേരുടെ സംഘം മുപ്പത്തടുത്തെ ഫാക്ടറിയിലേക്ക് പരിശോധനയ്ക്ക് പോയത്. തിങ്കളാഴ്ചയും പരിശോധന നടത്തിയിരുന്നു. തിങ്കളാഴ്ച നടന്ന പരിശോധനയിൽ നിർണായക തെളിവുകളാണ് കണ്ടെത്തിയത്. ജീവനക്കാരോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കുമായുള്ള ഇടപാടുകളെ പറ്റിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. ആദായ നികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത്. 2023 മാർച്ച് 31-ന് കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ്. യഥാർത്ഥ ലാഭത്തിന്റെ 4/1 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയില്ലെന്നതും കണ്ടെത്തി. ഈ പണം എന്തു ചെയ്തു, ആർക്കു നൽകി എന്നതാണ് SFIO കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറുകയാണ്. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. അത് അതിനിർണായകമായി മാറും. വീണ വിജയന്റെ കമ്പനി എക്സോലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക ED-യാണ്. അന്വേഷണ സാധ്യതകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. CMRL നിന്ന് കൈപ്പറ്റിയ പണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നികുതി അടച്ചുവെന്ന് ധനവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. CMRL നിന്ന് കൈപ്പറ്റിയ 1.72 കോടി രൂപയ്ക്കാണ് IGST അടച്ചത്. വീണ നികുതി അടച്ചതായി GST കമ്മീഷണർ ധനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് ലഭിച്ച വിവരം ധനവകുപ്പ് സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA-ക്ക് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിലാണ് വീണ വിജയൻ നികുതി അടച്ചുവെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എത്ര തുകയാണ് അടച്ചതെന്നും എന്നാണ് അടച്ചതെന്നുമുള്ള വിവരങ്ങൾ കത്തിൽ പറയുന്നില്ല. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാകും ED കേസെടുക്കുക. ഇതിനൊപ്പം CBI-യും വരും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ചു. തെളിവുകൾ ശേഖരിച്ചു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. തെളിവ് ശേഖരണത്തിന്റെ 2ാം ദിവസമായ ഇന്നലെ 6 ഉദ്യോഗസ്ഥരാണ് CMRL-ന്റെ ആലുവയിലെ ഓഫീസ് ആസ്ഥാനത്ത് എത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. വരും ദിവസങ്ങളിലും തെളിവ് ശേഖരണം തുടരും. രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. CMRL, KSIDC, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക് എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. SFIO ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകുന്ന മൊഴികളുടെ നിയമസാധുതയുണ്ട്. നന്ദി.